ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇതൊരു ഹൽദി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മാരേജാണ്. അപ്പം ഡേ 1 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മേക്കപ്പ് ചെയ്യാനായിട്ട് റോസ് പെറ്റൽസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ പോയത്. ഒരു ഫേമസ് ബ്യൂട്ടി പാർലറാണ് റോസ് പെറ്റൽസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം മേ ബി. അപ്പോൾ ഞങ്ങളുടെ എത്തിയിട്ടുണ്ടായി. ഞാൻ ഓൾറെഡി ഡ്രസ്സൊക്കെ ചെയ്താണ് പോയത്. കാരണം മേക്കപ്പ് ചെയ്ത് എന്തൊക്കെയും തിരിച്ചെത്തുമ്പോഴത്തേക്ക് ടൈം ആവും. പിന്നെ ഈ ടൈം കിട്ടൂല എന്ന് വെച്ചാൽ ഓൾറെഡി ഡ്രസ്സൊക്കെ ഇട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ചേച്ചി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്കും കൂടെ അകത്ത് പോയി ഇരിക്കാൻ ജസ്റ്റ് ഇങ്ങനെ മേക്കപ്പ് കാണാൻ പറ്റും എന്ന് വിചാരിച്ചു. ബട്ട് ആക്ച്വലി അങ്ങനെ അല്ലായിരുന്നു. മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് മേക്കപ്പ് ചെയ്യുന്ന ആളെ മാത്രമേ കയറ്റുള്ളൂ. എന്തൊക്കെയും 2.5 മണിക്കൂറിന് ശേഷം ചേച്ചി റെഡി ആയിട്ടും സെറ്റായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയും മേക്കപ്പും ഡ്രസ്സും എല്ലാം കൊള്ളായിരുന്നു. ആൻഡ് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. പിന്നെ ഞങ്ങളിതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയ സമയത്ത് എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു, കാരണം ടൈം ആവാറായി. പിന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെയാണ് ഈ ഒരു സ്വീറ്റ്സ് എല്ലാം സംഭവങ്ങൾ അറേഞ്ച് ചെയ്ത്. അപ്പോൾ ജിലേബി, ലഡു അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് അവിടെ നടക്കിയിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തത്. അപ്പോൾ ഹൽദിയുടെ ഈ ഒരു സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ട് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി ഫോട്ടോസും വീഡിയോസും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം തിരിച്ച് പോയിട്ടുണ്ട്, കാരണം ടൈം ആവാറായി. എല്ലാ ഒരുക്കങ്ങളും അവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഇനി ലാസ്റ്റ് ഈ ഒരു സംഭവം കൂടെ സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ ജ്യൂസ് കൊടുക്കുന്നതിന് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. ഫൈനൽ നമ്മളിതാ ചേച്ചിനെ ചേട്ടനെയൊക്കെ പിടിച്ച് സ്റ്റേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി മഞ്ഞളൊക്കെ തേക്കുന്ന ആ ഒരു ചടങ്ങാണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടൊക്കെ ഒന്ന് വായേ. പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് ഹൽദി സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഇറങ്ങാനായിട്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ യാത്രയൊക്കെ പറഞ്ഞാൽ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.